നമുക്ക് കാണാൻ പോലും കഴിയാത്ത ഒരുപാട് ജീവജാലകങ്ങൾ നമ്മുടെ ചുറ്റിനുമുണ്ട്. നമ്മുടെ ചുറ്റിനും മാത്രമല്ല, നമ്മുടെ ശരീരത്തിലും ഇവയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കറന്റ് റിസർച്ച് പ്രകാരം ഒരു മനുഷ്യൻ്റെ വായയിൽ മാത്രം 700 ഡിഫറെൻറ്റ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ തന്നെ ബാക്ടീരിയ, വൈറസ്, ഫംഗൈ അങ്ങനെ ഡിഫറെൻറ്റ് സ്പീഷീസുകളുണ്ട്. അതിൽ ബാക്ടീരിയ മാത്രം ഒരു പൂർണ്ണ ആരോഗ്യമുള്ള അഡൽട്ടിൻ്റെ ശരീരത്തിൽ, അതും വായയിൽ 50 to 100 ബില്യൺസ് ഓഫ് ബാക്ടീരിയാസ് മാത്രം ഉണ്ടെന്നാണ് പറയുന്നത്. സോ അപ്പം നിങ്ങൾക്ക് ഊഹിക്കാം എത്രത്തോളം പങ്കാണ് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ ശരീരത്തിലായാലും നമ്മുടെ ചുറ്റുപാടിലായാലും അവർ ആ പങ്ക് വഹിക്കുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ കഴിയാത്ത ജീവജാലകങ്ങളെ പറ്റി പഠിക്കുന്ന കോഴ്സാണ് മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന അതിൽ തന്നെ BSc മൈക്രോബയോളജി പറ്റിയാണ്. BSc മൈക്രോബയോളജി ഒരു 3 ഇയർ കോഴ്സാണ്. +2 സയൻസ്, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓപ്റ്റ് ചെയ്ത് 50% മാർക്കുള്ള കുട്ടികൾക്കാണ് ഈ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനാവുന്നത്. പിന്നെ ഇതിനൊരു സെൻട്രലൈസ്ഡ് എക്സാമിനേഷൻ ഇല്ല. +2 സയൻസ്, അതായത് PCBയുടെ മാർക്ക് പ്രകാരമാണ് ഈ ഒരു കോഴ്സിലേക്ക് കുട്ടികൾക്ക് അഡ്മിഷൻസ് ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ BSc മൈക്രോബയോളജിയിൽ കുട്ടികൾക്ക് മെയിനായിട്ട് പഠിക്കേണ്ടതുള്ളത്. മെയിനായിട്ടും അവർ പഠിക്കേണ്ടത് ജെനറ്റിക്സ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതുപോലെ ഈ മൈക്രോ ഓർഗാനിസംസ് ഹ്യൂമൻസിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നു, അതുപോലെ ഈ മൈക്രോ ഓർഗാനിസംസ് എങ്ങനെ ഫുഡിൻ്റെ കണ്ടാമിനേഷനിൽ റോൾ വഹിക്കുന്നു, അതുപോലെ എങ്ങനെയൊക്കെയായിരിക്കും ഈ മൈക്രോ ഓർഗാനിസംസിൻ്റെ കണ്ടാമിനേഷനിൽ നിന്നും ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയുള്ള പ്രിസർവേറ്റീവ് ടെക്നിക്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് BSc മൈക്രോബയോളജി എന്ന് പറയുന്നത്. നമുക്ക് കരിയർ ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ടും ഇവർക്ക് മെഡിക്കൽ ലബോറട്ടറീസ്, അതുപോലെ തന്നെ ഫുഡ് ഇൻഡസ്ട്രി, ഫെർട്ടിലൈസിങ് ഇൻഡസ്ട്രി, ഇങ്ങനെ ഈ പറയുന്ന മേഖലയിലെല്ലാം ഈ കുട്ടികൾക്ക് ജോലി ലഭിക്കുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കേട്ടിട്ടില്ലേ, നമ്മൾ ഹോട്ടലിലൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുഡ് ഇൻസ്പെക്ടർ വരുന്നു, അങ്ങനെയൊക്കെയുള്ള മേഖലയിലേക്കൊക്കെ ജോലി നേടാൻ സാധിക്കുന്ന ഒരു സ്ട്രീമാണ് BSc മൈക്രോബയോളജി എന്ന് പറയുന്നത്. സോ അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അഡ്മിഷൻസിനായിട്ടും, അതും പ്രത്യേകിച്ച് കുറഞ്ഞ ബഡ്ജറ്റിൽ അഡ്മിഷൻസിനായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കുറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ BSc നഴ്സിംഗ്, അതുപോലെ ഇപ്പം മെഡിക്കൽ ഫീൽഡിലുള്ള ബാക്കിയുള്ള കോഴ്സുകളിലേക്ക് അത്രയും ഭീമമായ ഫീസുകൾ താങ്ങാൻ കഴിയാത്ത കുട്ടികളാണ്. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് ഒരു ഒരു പ്രൊഫഷണൽ പോലെയുള്ള കോഴ്സിലേക്ക് പോകണം, നിങ്ങൾക്കൊരു 3 lakh 4 lakh ബഡ്ജറ്റിനുള്ളിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന കുട്ടികളും കൂടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് കൂടിയാണ് BSc മൈക്രോബയോളജി. സോ അതിലേക്കുള്ള അഡ്മിഷൻസിനായിട്ടും അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സിന് ആയിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് ഡോക്ടർ ഫൗസിയ അഹമ്മദ് സൈനിങ് ഓഫ്.